ഇന്ന് പകലാണ് ഹസീന ബിഗത്തിന്റെയും ഹബീബ് റഹ്മാന്റെയും വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ഭാര്യാഭർത്താക്കന്മാർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് കാർ ഓടിച്ചിരുന്ന ഹബീബ് റഹ്മാന്റെ കാലുകൾക്ക് പരിക്കുപറ്റി. രണ്ട് കാലിനും ബാൻഡേജ് ഇട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഹബീബ് റഹ്മാൻ അവരുടെ ഫസ്റ്റ് നൈറ്റ് പാഴായിപ്പോയതുകൊണ്ട് ഭാര്യ ഹസീനയ്ക്ക് തന്നോട് മുഷിപ്പുണ്ടാകുമോ എന്ന സംശയത്തിലായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാതെ തന്നെ പരിചരിക്കുന്ന അവളോട് അയാൾ ചോദിച്ചു, "നിനക്ക് വിഷമായോ ഹസീന? വളരെ പ്രതീക്ഷയോടെയുള്ള ആദ്യ രാത്രി മുഹൂർത്തം വെറുതെ പോയത്." "ഹേ ഇക്ക, എന്ത് വിഷമം? ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അതുതന്നെ പടച്ചോന്റെ ദയ." ഹസീന ബീഗം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഭയഭക്തിയോടെ പറഞ്ഞു. "പൂർണ്ണമായി സുഖം നേടാൻ 5-6 മാസം പിടിക്കുമെന്നാ ഡോക്ടർ പറഞ്ഞേ." അത് കേട്ട് ഹസീന ബീഗത്തിന് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. "സുഖമാവട്ടെ, അതിന് ആർക്കാ ഇപ്പൊ തിരക്കുള്ളത്? ഏതൊരു പെണ്ണിന്റെ സ്വപ്നങ്ങളിലുള്ളതാണ് അവളുടെ വിവാഹവും അതുപോലുള്ള സുന്ദര മുഹൂർത്തങ്ങളും. സത്യം പറയട്ടേക്ക, എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നുമില്ല." ഹസീന ബിഗം വളരെ ശാന്തമായി പറഞ്ഞു. വിവാഹമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റത്തടിയായി നടന്നിരുന്ന ഹബീബ് റഹ്മാൻ എന്ന സിവിൽ എഞ്ചിനീയർ കുറേ വർഷങ്ങൾ കല്യാണം കഴിക്കാതിരുന്നു. പിന്നെ പലരുടെയും നിർബന്ധവും സാഹചര്യവും ഒത്തുവന്നപ്പോഴാണ് പ്രായം ചെന്നതിനു ശേഷം ഹസീന ബിഗത്തെ കെട്ടിയത്. ഹസീന ബിഗത്തിനുമുണ്ട് വിവാഹത്തിന് ഇത്രയും പ്രായം വൈകിയ കഥ പറയാൻ. വിരക്തിയോടുള്ള ഹസീന ബീഗത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹബീബ് റഹ്മാൻ ഒന്ന് ഞെട്ടി. "അപ്പോ നമുക്ക് കുട്ടികളും മറ്റും?" "കുട്ടികളൊക്കെ ഉണ്ടാവും." അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ തേങ്ങുകയായിരുന്നു. കുറെ നാൾ വിവാഹമൊന്നും ആകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ പ്രതീക്ഷ തന്നെ ഒടുവിൽ ഉപേക്ഷിച്ചു. ഒരു സന്തോഷം ജീവിതത്തിൽ തരുമ്പോൾ അപ്പോൾ തന്നെ ഈയൊരു ദുഃഖവും തന്ന് ഹോസ്പിറ്റലിലാക്കിയല്ലോ. എന്തൊരു ദുർവിധിയാണിത്. ശാന്തമായി തേങ്ങി ഹസീന ബീഗം കണ്ണീർ വാർത്തു. മണിയറയിൽ കിടക്കേണ്ട താനിന്ന് ആശുപത്രിയിൽ ഇക്കാന്റെ ബൈസ്റ്റാൻഡറായി. അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പക്ഷേ ആവുന്നില്ല. "ഭാഗ്യം കെട്ടവളാണ് ഞാൻ. എനിക്ക് മാത്രമാണ് വിധി ഇത്തരം ക്രൂരത സമ്മാനിക്കുന്നത്. പോയ നാൾ വഴികളൊക്കെ അതാണ് സംഭവിച്ചത്." ഹസീനയുടെ ചിന്ത പഴയ കാലത്തേക്ക് പോയി. ഹസീനയുടെ ജനനത്തിനു ശേഷം അല്പം നീണ്ട 8 വർഷങ്ങൾ കഴിഞ്ഞ് അടുപ്പിച്ച് 1.5 വർഷം ഇടവിട്ട് 3 പെൺകുട്ടികൾ. അങ്ങനെ 4 പെൺകുട്ടികളാണ് ഹസീനയുടെ ഉപ്പാക്കും ഉമ്മായ്ക്കും. ഏറ്റവും ഇളയ മകൾ പിച്ച വെക്കുമ്പോഴേക്കും ഉപ്പ പോയി. പിന്നെ കഷ്ടപ്പെട്ട് ഉമ്മ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടി. ഉമ്മ ജോലിക്ക് പോകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഉമ്മ ഈ ഇത്തയാണ്. അതുകൊണ്ടവർ അവരെ ഇത്താത്ത ഉമ്മ എന്ന് വിളിച്ചു വളർന്നു. മൂത്ത മോൾക്കൊരു ജോലി കിട്ടിയ കഷ്ടപ്പാട് അല്പം കുറയുമെന്നതിനാൽ ആ ഉമ്മ അഹോരാത്രം പ്രയത്നിച്ച് മകളെ BEd വരെ പഠിപ്പിച്ച് ടീച്ചറാക്കി. താൻ ഒരുവിധം അനിയത്തിമാരെയും ഉമ്മയെയും നോക്കി ജീവിച്ചു വരവേ അസുഖം ബാധിച്ച് ഉമ്മയും ലോകം വിട്ട് ഉപ്പാന്റെ അടുക്കലേക്ക് പോയി. ഉമ്മയുടെ മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുമ്പോൾ "ഇനി ഞങ്ങൾക്ക് ആരുണ്ട് ഇത്താത്ത ഉമ്മ" എന്ന് വിളിച്ച് അലറിക്കരയുന്ന 3 അനിയത്തിമാരെ ചേർത്ത് പിടിച്ച് അവൾ ആശ്വസിപ്പിച്ചു. "കരയരുത് മക്കളെ, ഞാനില്ലേ നിങ്ങൾക്ക്." പിന്നെ എല്ലാ ചുമതലയും അവളുടെ ചുമലിലായി. 3 അനിയത്തിമാരുടെ പഠന ചെലവ്, വീട്ടുചെലവ്, കരണ്ട്, പാല്, പത്രം, ഭക്ഷണം, വസ്ത്രം, യൂണിഫോം, ഇതൊക്കെ അവളുടെ കിട്ടുന്ന ശമ്പളം മുഴുവൻ കവർന്നെടുത്തു. തനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉടുക്കാൻ ഒരു നല്ല സാരി വാങ്ങാൻ പോലും അവൾ മറന്നതല്ല, ഒടുവിൽ കാശ് തികയില്ല. അതുതന്നെ സത്യം. അനിയത്തിമാരെല്ലാം സ്കൂൾ പഠനത്തിനു ശേഷം കോളേജിലായപ്പോൾ ചെലവ് പിന്നെയും വർദ്ധിച്ചു. ഇതിനിടെ തന്റെ വിവാഹപ്രായം കടന്നു പോകുന്നത് അവൾ അറിഞ്ഞതേയില്ല. 3 പേരിൽ മൂത്തവർ 2 പേർ എഞ്ചിനീയറിംഗിന് ചേർന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവൾ തടസ്സം നിന്നില്ല. വിദ്യാഭ്യാസ ലോൺ എടുത്തു. എന്തു കാര്യം അടക്കേണ്ടതും അവൾ തന്നെ, അതും ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തന്നെ. ഇളയ പെൺകുട്ടി എല്ലാവരെക്കാളും നല്ല പഠിത്തക്കാരിയായിരുന്നു. എൻട്രൻസ് എളുപ്പം പാസ്സായി. റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നിലുണ്ടായതുകൊണ്ട് അവൾക്ക് മെഡിസിൻ പഠിക്കാനായി സീറ്റ് ലഭിച്ചു. കടവും ചെലവുകളും നാൾക്കുനാൾ കൂടുന്നു. എല്ലാം ഹസീന ബീഗം എന്ന ഹൈസ്കൂൾ ടീച്ചറായ തന്റെ തലയിൽ തന്നെ. എന്ത് ചെയ്യാം, പ്രിയപ്പെട്ട അനിയത്തിമാരുടെ ഇത്താത്ത ഉമ്മയായിപ്പോയില്ലേ. ഏന്തിയും വലിഞ്ഞും വർഷങ്ങൾ കടന്നു പോയപ്പോൾ 2 പേരും ഓരോരുത്തരായി നല്ല എഞ്ചിനീയറായി പഠിച്ചു വന്നു. പണ്ടേ നാട്ടിൽ പരിചയമുള്ള വളരെ തിരക്കുള്ള സിവിൽ എഞ്ചിനീയറായ ഹബീബ് റഹ്മാന്റെ അസിസ്റ്റന്റായി അവർ 2 പേരും ജോലിക്ക് പ്രവേശിച്ചു. ഇനിയെങ്കിലും അവർ സ്വന്തം കാലിൽ നിൽക്കുമല്ലോ, ഇത്താത്തമ്മയുടെ പ്രാരാബ്ദങ്ങൾക്കൊരു അറുതിയാകുമല്ലോ, അവൾ ആശ്വസിച്ചു. അപ്പോഴേക്കും അവർക്ക് വേണ്ടുന്ന ചെക്കന്മാരെ എഞ്ചിനീയർമാരുടെ ഇടയിൽ നിന്നും കണ്ടെത്തി. തനിക്കും സന്തോഷമായി. ഉപ്പാന്റെ മരണശേഷം പറക്കമുറ്റാതെ ഇരുന്ന ഇവരെ ഇത്ര വരെ എത്തിച്ചില്ലേ. ഭംഗിയിൽ തന്നെ 2 പേരുടെയും വിവാഹം നടത്തിക്കൊടുത്തു. അവരുടെ ജീവിതം പിന്നെ അവരവരുടെ ഭർതൃഗൃഹങ്ങളിലായി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു രൂപ പോലും ബാലൻസ് ഇല്ലാതെ ഇപ്പോഴും അവൾ ഇളയവളെ ഡോക്ടറാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അനിയത്തിമാരായ അവർ അവിടെ ഭർതൃഗൃഹങ്ങളിൽ നിന്നും എഞ്ചിനീയറായി ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ചില്ലിക്കാശ് പോലും അനിയത്തിക്ക് വേണ്ടി ചെലവാക്കിയില്ല.
ഇത്തയ്ക്ക് വല്ലതും വേണോ എന്ന് പോലും ചോദിച്ചില്ല. തങ്ങളുടെ ജീവിതം കരുപിടിപ്പിച്ചു തന്നതിന് ഇത്താത്തുമ്മയ്ക്ക് ഒരു പ്രത്യുപകാരം ധനം കൊണ്ടോ അതുപോട്ടെ മനസ്സുകൊണ്ട് പോലും ചെയ്യാതെ അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ പുതിയ വീട് പണികൾക്ക് വേണ്ടി ഉപയോഗിച്ചു. MBBS പാസ്സായി ഇളയ അനിയത്തി വന്നപ്പോൾ കൂടെ തന്നെ കാമുകനുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ വലിയ ഡോക്ടറുടെ കീഴിൽ അവളും പ്രാക്ടീസ് തുടങ്ങി. താമസിയാതെ അവളും വിവാഹ വിഷയം ഉന്നയിച്ചു. അങ്ങനെ ആർഭാടത്തോടു കൂടി അവളെയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ചെറുക്കനും ഡോക്ടർ തന്നെ. 3-4 മാസത്തിനു ശേഷം അവർ ജോലി കിട്ടി സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോഴും തന്റെ പേരിലെടുത്ത ലോണുകളും കുടിശ്ശികകളും ബാക്കി നിൽക്കുന്നു. ആളൊഴിഞ്ഞ ആ വീട്ടിൽ താൻ തനിച്ചായിപ്പോയി. ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച് അവളുടെ ദുഃഖം തീർക്കും. ഉപ്പ, ഉമ്മ, നിങ്ങൾ ഉണ്ടാക്കിയ മക്കളെ ഞാൻ നന്നായി നോക്കി വളർത്തി. ഒരു കുറവും വരുത്താതെ അവരെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചു. ഇനി ഞാൻ മാത്രം എന്തിനാ? ആർക്കും വേണ്ടാത്തവളെപ്പോലെ ഇവിടെ. എന്നെയും വിളിക്കാൻ വാ. പിന്നൊരു കാര്യം, നിങ്ങൾ നേരത്തെ പോയതുകൊണ്ട് എനിക്കവിടെ അടിപൊളി ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകുമെന്നറിയാം. എനിക്കവിടെ ഇവിടത്തെ പോലെ കൂടുതൽ അധ്വാനിക്കാനൊന്നും വയ്യ കേട്ടോ. ഈ മോൾ അങ്ങോട്ട് വരിക. നല്ല സാമർഥ്യമുള്ള മിടുക്കി കുട്ടികളാ നിങ്ങളുടെ മറ്റു മക്കൾ, അറിയാമോ? അവരെയൊക്കെ ജീവിതത്തിലേക്ക് ആക്കിയപ്പോൾ ഈ പാവ ഇത്താക്ക് ഒരു വിവാഹം വേണ്ടേന്ന് ഒരനിയത്തി പോലും ചോദിച്ചില്ല. അതെങ്ങനെ ചോദിക്കും? ഞാൻ അവർക്ക് ഉമ്മയായിരുന്നല്ലോ, ഇത്താത്ത ഉമ്മ. ഇതൊക്കെ കേട്ട മരിച്ച മാതാപിതാക്കളുടെ അനുഗ്രഹമോ അതോ ഈ സംസാരങ്ങൾ പതിവായപ്പോൾ ഏതെങ്കിലും അയൽപക്കക്കാർ കേട്ടതിന്റെ ഫലമോ അതുമല്ലെങ്കിൽ ആരുടെയൊക്കെയോ കുത്തുവാക്കുകൾ കേട്ട് ഉത്തരവാദിത്വ ബോധം വന്നതോ എങ്ങനെയായാലും 2 എഞ്ചിനീയർ അനിയത്തിമാർ ഒരു ദിവസം വീട്ടിൽ വന്നു. അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്തയെ വിവാഹം കഴിപ്പിക്കണം. അതായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം. അവരുടെ പഴയ സീനിയർ എഞ്ചിനീയറും അവിവാഹിതനുമായ ഹബീബ് റഹ്മാനെ വിവാഹം കഴിക്കാൻ അവർ പ്രേരിപ്പിച്ചു. അവൾ അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും കാലം തന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും പുലർത്താതിരുന്ന ഇവർ പെട്ടെന്ന് തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ അവർ മുൻകൈയെടുത്ത് നടത്തിത്തന്നതാണ് ഈ വിവാഹം. ഇതാണെങ്കിൽ ഇങ്ങനെയും. ഇനി പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? സുന്ദരനും സുമുഖനുമാണ് ഈ ഹബീബ് റഹ്മാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയത്. 45 വയസ്സുള്ള എനിക്ക് ഈ പ്രായത്തിൽ ചേർന്ന ആള് തന്നെയാണ്. ഇതുവരെ പുരുഷന്റെ സ്നേഹം എന്തെന്നറിയാത്ത താൻ വൈകിയ അവസരത്തിൽ അതിനായി മോഹിച്ചു പോയി. അനിയത്തിക്കുട്ടികളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും ഒരു ജീവിതം വേണമെന്ന് ആശിച്ചു പോയി. ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ജീവിച്ചത് കൊണ്ടാണോ എനിക്ക് ഈ ഗതി വരുന്നത്? 24 വയസ്സിൽ ജോലി കിട്ടിയ എനിക്ക് ഈ 21 വർഷം കൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനാകുമായിരുന്നു ഈ പറഞ്ഞ സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ തൻ്റെ അനിയത്തിമാരുടെ ഭാവി ഇരുളടഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് താൻ തൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ച് കഷ്ടപ്പെട്ട് അവരെ ഒരു നിലയ്ക്ക് എത്തിച്ചത്. അതോടെ ഞാനൊരു കറിവേപ്പില പോലെയായി. എന്താ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പുറത്തെ ബെഡിൽ നിന്നും ഹബീബ് റഹ്മാൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് താൻ ചിന്തയുടെ ലോകത്താണെന്ന് അവൾ ഓർത്തത്. കുറച്ചു ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം അവർ വീട്ടിലേക്ക് വന്നു. 3-4 മാസത്തിനകം തന്നെ ഹബീബ് റഹ്മാന് 2 കാലിലും നടക്കാമെന്നായി. വൈകിയാണ് വിവാഹം കഴിച്ചതെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു കുട്ടി ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ നിഷ്ഫലമായിരുന്നു അവരുടെ പ്രയത്നം. ഡോക്ടറെ കണ്ടപ്പോൾ ഹബീബ് റഹ്മാന് കാര്യമായ തകരാറുണ്ടെന്ന് പരിശോധനയിൽ മനസ്സിലായി. കൗണ്ട് കുറവുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് താൻ കോളേജിൽ പഠിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യം ഹബീബ് റഹ്മാൻ ഈ ഡോക്ടറോട് പറഞ്ഞു. അതായിരുന്നു ഇത്രയും സുന്ദരനായ അയാൾ വിവാഹം കഴിക്കാതിരുന്നത് എന്ന സത്യം ഹസീന ബീഗം അവിടെ നിന്നും മനസ്സിലാക്കി. അങ്ങേരുടെ ഈ വിഷയം നാട്ടിൽ പാട്ടാണോ? സംശയത്തോടെ അവൾ നിന്നു. തന്നെ എല്ലാവരും കൂടി ചതിച്ചതാണോ? ഇക്ക, ഈ കാര്യം വേറെ വല്ലവർക്കും അറിയാമോ? ഹസീന ബീഗം ഹബീബിനോട് ചോദിച്ചു. ഇല്ല ഹസീന, ഈ കാര്യം വേറെ ആർക്കും അറിയില്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും. കൗണ്ട് കുറവുള്ളത് കാര്യമാക്കണ്ട, നമുക്ക് കുട്ടികളാവും. അത് കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി ആശ്വാസമായി. ഹസീന സ്വയം മനസ്സിൽ ആശ്വസിക്കാൻ ശ്രമിച്ചു. ഏതായാലും പറ്റി. ഇനി വയസ്സാം കാലത്ത് ഇതിൻ്റെ പേരിൽ ഡിവോഴ്സിന് ഞാനില്ല. നല്ലൊരു ഭർത്താവിനെ നാട്ടുകാർക്ക് കാണാനും നല്ലൊരു ജീവിതം നയിക്കുന്നുണ്ടെന്ന് തോന്നാനും തൽക്കാലം ഇത്രയും മതി. അതായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അതൊക്കെ പോട്ടെ, എങ്ങനെയാ കുട്ടികളാകുമെന്ന് പറഞ്ഞത്? ഹസീന അല്പം കൗതുകത്തോടെ ചോദിച്ചു. നമുക്ക് IVF ചെയ്യാം. ഓ, അത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസമായി. അതിനു മുമ്പായി ഒന്ന് ചികിത്സിച്ചു നോക്കണം, അത് കഴിഞ്ഞിട്ട് മതി. അതായിരുന്നു അവരുടെ തീരുമാനം. പത്രത്തിൽ കണ്ട പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് റഹ്മാനും ഹസീന ബീഗവും ഒത്തിരി ദൂരെയുള്ള വൈദ്യ ആശ്രമത്തിലെത്തി. കുട്ടികളില്ലാത്ത ദമ്പതികളെ ചികിത്സിക്കുന്ന ഒരു മുസ്ലിം വൈദ്യർ കുടുംബം. പാരമ്പര്യമായിട്ടുള്ള സിദ്ധികളും വൈദ്യവും പിന്നെ പ്രാർത്ഥനകളും ഒക്കെ കൊണ്ടാണ് ഇവിടത്തെ ചികിത്സ. നിങ്ങൾ ധൈര്യമായിരിക്കൂ. പരിശോധിച്ചതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികളാവും.
നമുക്കെല്ലാം നേരെയാക്കി എടുക്കാം. 6 മാസം ഇവിടെ താമസിച്ച് ചികിത്സിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാളുടെ വാക്ക് അവരുടെ മനസ്സിൽ കുളിർമയ പെയ്യിപ്പിച്ചു. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതം, ഓർഗാനിക് ഭക്ഷണം മാത്രമേ അവിടെ ലഭിക്കൂ. രണ്ടുപേരും ജോലിയിൽ ലീവെടുത്ത് അവിടെ വന്ന് ചികിത്സ ആരംഭിച്ചു. അയാളുടെ വാക്കുപോലെ തന്നെ നീണ്ട നാളത്തെ ചികിത്സയ്ക്കും പഥ്യത്തിനും ശേഷം അയാൾക്ക് നല്ല മാറ്റമുണ്ടായി തുടങ്ങി. ഉയർത്തിപ്പിടിച്ച പ്രഗ്നൻസി കാർഡ് കാട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഹസീന പറഞ്ഞു, ഇക്ക നോക്ക്, ഞാൻ ഗർഭിണിയായി. ഇന്നലെയെ എന്തോ ഒരു മനംപുരട്ടലും തളർച്ചയും കണ്ടപ്പോൾ അവളാണ് ഹബീബ് റഹ്മാനോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ 2 വര ഈ പ്രഗ്നൻസി കാർഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയപ്പോൾ അവൾ നേടിയത് നഷ്ടപ്പെട്ടു പോയ ജീവിതമാണ്. അവരുടെ ആഗ്രഹത്തിലുപരി ഒരു കുഞ്ഞിനു പകരം ഒരു പ്രസവത്തിൽ ഇരട്ട കുട്ടികളെ തന്നെ അവർക്ക് കിട്ടി. തങ്ങളുടെ ഇത്താത്തുമ്മയ്ക്ക് കുട്ടികളുമായി നല്ലൊരു ജീവിതവുമായി. സന്തോഷം പങ്കുവെക്കാൻ സഹോദരിമാരൊക്കെ ഒത്തുചേർന്നു. ഇത്താത്തുമ്മയുടെ കുട്ടികളെ അവർ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അവരുടെ ഓരോ സുദിനവും ഭംഗിയുള്ളതാക്കി തീർത്തു.